ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴുകും ചോരയിലൂടെ സിന്ദാബാദ് 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 ജീവിക്കുന്നു ഞങ്ങളിലൂടെ സമാധാനപരമായി എല്ലാവർക്കും കാണാനുള്ള അവസരപ്പെടുത്തുന്നു. ജീവിതം വിധിക്കുന്ന ദുഃഖങ്ങളോട് ഞാനൊരു കാഴ്ചവെക്കുന്നു. കേരള രാഷ്ട്രീയത്തിന്റെ നമ്മുടെ എല്ലാ ഭൗതിക ശരീരം പോലീസിന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് അദ്ദേഹത്തെ കണ്ടുപിടിക്കുന്നത് എല്ലാ ജനങ്ങൾക്കും നമുക്ക് കാണുവാനായി ഏറ്റവും കണ്ടു കഴിഞ്ഞ സിദ്ധാന്തങ്ങൾ ഒന്ന് മാറിക്കൊടുത്താൽ അവർക്ക് കൂടി കാണാനും അവസരം. അദ്ദേഹം പാർട്ടി അകത്തെ ജനവിരുദ്ധർക്കെതിരെയും സമരം നടത്തി എന്നതാണ് VSനെ വ്യത്യസ്തമാക്കുന്നത്. അതായിരുന്നു VS. താൻ ഉയർത്തിപ്പിടിച്ച നിലപാടുമായി മുന്നോട്ട് പോകുന്നത്, അതിന് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ VSന് സാധിച്ചിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ VSുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും മറക്കാത്ത, അല്ലെങ്കിൽ നമുക്ക് ഒരു പൂർണ്ണമായിട്ടും ഒരു ശൂന്യതയിലായിപ്പോയ ഒരു സന്ദർഭം.
ജനസാഗരത്തിന് നടുവിലാണ് VS. AKG സെന്ററിനകത്ത് പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തലസ്ഥാനത്തെ പാർട്ടി പ്രവർത്തകർ VS-നോട് അത്രയധികം അടുത്തു നിന്ന ആളുകൾ, അവരെ എല്ലാവരെയും VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകൾ VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിമാരും CPM നേതാക്കളും എല്ലാവരും AKG സെന്ററിനകത്തുണ്ട്. പുറത്ത് വലിയ ജനസാഗരമാണ്. അതിൽ പാർട്ടിക്കപ്പുറത്തേക്കുള്ള VS ആരാധകർ തടിച്ചുകൂടിയ ഒത്തുകൂടിയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത്രയധികം ആളുകളാണ്. ഒരു മണിക്കൂർ മാത്രമാണ് AKG സെന്ററിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ആ മണിക്കൂറിലേക്ക് എത്തുന്നു എങ്കിൽ പോലും നിരവധി ആളുകൾ കാണാൻ ഇനിയും ബാക്കിയുണ്ട്. എല്ലാവരെയും കടത്തിവിടൽ സാധ്യമാണോ എന്നറിയില്ല. പക്ഷേ കാണാൻ സാധിക്കുന്നവരെല്ലാം അത്രയധികം വലിയ നീണ്ട നിര VS-നെ കാണാനായി എത്തിയ തലസ്ഥാനത്തെ പാർട്ടിക്കാരാണ്. അതിനപ്പുറം മറ്റ് ജില്ലകളിൽ നിന്നും പാർട്ടി പ്രവർത്തകർ അങ്ങോട്ടെത്തുന്നു. നാളെയാണ് ഉച്ചകഴിഞ്ഞ് വിലാപയാത്ര. ആ വിലാപയാത്രയിൽ ഇതിലപ്പുറം ഇത് എങ്ങനെയാണോ ഒരു സഖാവിനെ, അതും VS-നെ യാത്രയാക്കുക എന്നതിൻ്റെ കാഴ്ചയുടെ തുടക്കമായി AKG സെന്ററിന്റെ പുറത്തുള്ള ഈ ജനസാഗരത്തെ കാണേണ്ടതുണ്ട്. അവസാനമായി കാണാനെത്തിയ കാഴ്ചയാണ്. ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് പോലും റോഡിന്റെ ഇരുവശത്തുമായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരെയാണ് കണ്ടത്. VS ഒരു വികാരമായിരുന്നു എന്നുള്ളതാണ്. പാർട്ടിക്കപ്പുറത്തേക്ക് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടാൻ VS-ന് സാധിച്ചു എന്നുള്ളതിന്റെ പല ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി AKG സെന്ററിൽ VS കിടക്കുന്ന ദൃശ്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പുറത്ത് വലിയ ജനക്കൂട്ടം, VS-നെ അവസാനമായി കാണാൻ വേണ്ടി വലിയ ജനക്കൂട്ടം കാത്തു നിൽക്കുന്നു. 9 മണിയോടെ വീട്ടിലേക്ക് മാറ്റും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ 9 മണിയോടെ മാറ്റാൻ സാധിക്കുന്നത് പോലെയല്ല. അത്രയധികം ആളുകൾ അങ്ങോട്ടെത്തുന്നു. നാളെയും പൊതുദർശനമുണ്ട്. ഇതേ തിരക്ക് നാളെയും കാണേണ്ടതാണ്. നാടിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ തലസ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചകളാണ്. നേരത്തെ തന്നെ പലരോടും നമ്മൾ പ്രതികരണം തേടുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമൊക്കെയായി നിരവധി ആളുകൾ തിരുവനന്തപുരത്തേക്ക് ട്രെയിനും ബസ്സും പിടിക്കുന്ന കാഴ്ചകൾ കണ്ടതാണ്. VS-നെ അവസാനമായി കാണുക. ആലപ്പുഴയിലേക്ക് എത്തുന്നവരുണ്ട്, തലസ്ഥാനത്തേക്ക് എത്തുന്നവരുണ്ട്. VS-നെ കാണുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് പല പ്രതികരണങ്ങളും നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷത്തിന്റെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരാൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത രാഷ്ട്രീയക്കാരൻ, അതിനപ്പുറം മനുഷ്യസ്നേഹി, ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ നേതാവ്. അതുകൊണ്ട് തന്നെ ജനസാഗരം എന്ന് പറഞ്ഞാൽ മതിയാകില്ല. അത്രയധികം ആളുകളാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. AKG സെന്ററിന് മുന്നിലുള്ള കാഴ്ചയാണ് ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ മുഖത്തെക്കുറിച്ചായിരുന്നു. ഇത്രയധികം കാലം അദ്ദേഹം അസുഖബാധിതനായി ഇരുന്നെങ്കിൽ പോലും എങ്ങനെയായിരുന്നോ VS-നെ നമ്മൾ കണ്ടത്, അതേ മുഖത്തോടെ VS കിടക്കുന്നു.